രണ്ടുപേരുടെയും കല്യാണം ഒരുമിച്ച് നടത്തുന്നോണ്ടേ ചെലവ് പകുതിയായി. ഇല്ലെങ്കിൽ ഓരോ കല്യാണത്തിനും ഇത്രയും ചെലവാകില്ലായിരുന്നോ? അമൃത അഭിമന്യു ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ചെലവ് 1/3 ആയനെ. എന്താ മോളെ, ശരിയല്ലേ? ഇപ്പോ ആ കണക്കൊന്നും കൂട്ടണ്ടച്ച. ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം ഭംഗിയായിട്ട് നടക്കണം. അതിനുള്ള പൈസയൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. എന്റെ കാര്യം അത് കഴിഞ്ഞ് ആലോചിക്കാം. മോളെ, ബാങ്ക് ലോണിന്റെ കാര്യം എന്തായി? ദിവ്യപ്രഭയുടെ കയ്യിലുള്ളത് വ്യാജരേഖയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കോടതി വഴി അതൊന്ന് സ്ഥാപിച്ചു കിട്ടാൻ നല്ല സമയമെടുക്കും. അവളാണെങ്കിൽ അത് വൈകിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. ഇനിയിപ്പോ വേറെന്താ പൈസക്ക് വഴി? ഞാൻ എല്ലാ വഴിക്കും ശ്രമിക്കുന്നുണ്ട് അച്ഛാ. ഒരുപാട് പ്രൈവറ്റ് ഫിനാൻസിയേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ പൈസ തരാൻ തയ്യാറുമാണ്. പക്ഷേ പലിശ കൂടുതലാ. പലിശക്കെടുത്ത് കല്യാണം നടത്തേണ്ട കാര്യമൊന്നുമില്ല ചേച്ചി. ഒരു കടവും ഇല്ലാതെ സമാധാനമായിട്ട് ജീവിക്കല്ലേ നമ്മള്. കല്യാണത്തിന്റെ പേരില് ഇനി ഒരു വലിയ ബാധ്യത ഉണ്ടാക്കി വെക്കണോ? നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഒന്നുമില്ലാത്തടത്തുനിന്ന് നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ. ബാക്കി കാര്യങ്ങളും അങ്ങ് നടന്നോളും. മോളെ, അഖില മോളെ കണ്ടില്ലേ എവിടെ? അവളുടെ പരിഭവം തീർന്നിട്ടില്ല. തലേന്നത്തെ റിസപ്ഷൻ വേണ്ടാന്ന് പറഞ്ഞതിന്റെ ഇഷ്ടക്കുറവായപ്പോഴും. എന്നോടിപ്പോ കാര്യമായിട്ടൊന്നും സംസാരിക്കാറ് പോലുമില്ല. എന്ത് ചോദിച്ചാലും ദേഷ്യ. ഞാൻ മനഃപൂർവ്വം അവളോട് എന്തോ ചെയ്തെന്ന മട്ടിലുള്ള സംസാരം എപ്പോഴും. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നേ. സ്നേഹിക്കുന്നവനും ചേർത്ത് പിടിച്ചവരും ഒക്കെ തെറ്റിദ്ധരിക്കാം. അപ്പൊ നമ്മുടെ മനസ്സപ്പോ വല്ലാതെ നോവുകയും ചെയ്യും. പക്ഷെ ഒന്നും എല്ലാ കാലത്തേക്കും അല്ല മോളെ, മാറും. അഖിലയുടെ ചിന്തകളൊക്കെ മാറും. എന്താ ഞങ്ങള് കൂട്ടാതെ ഒരു ഗൂഢാലോചന? അത് പറയാം. പക്ഷേ ഇവിടെ ഒരാളെ കൂടി കാണാനുണ്ടല്ലോ. എവിടെ? അഖിലേച്ചി മുറിയിൽ തന്നെ ഇരുപ്പാ. ചുമ്മാ പുറത്തിറങ്ങി ഒന്ന് നടക്കാന്ന് പറഞ്ഞിട്ടും വന്നില്ല. അമൃതേച്ചിയോടാ പിണക്കം. നമുക്ക് ആ പിണക്കം മാറ്റണ്ടേ? വേണ്ടേ? നിങ്ങൾ ചെന്ന് അച്ഛൻ വിളിക്കുന്നു പറ. ചെല നിങ്ങൾ രണ്ടുപേരും തമ്മിൽ 5 മിനിറ്റ് പോലും പിണങ്ങിയിരിക്കാൻ പാടില്ല. അത് അച്ഛന് സഹിക്കില്ല. അഖിലേച്ചി, അച്ഛൻ വിളിക്കുന്നു. എന്തിന്? എല്ലാരും കൂടി എന്തൊക്കെയോ വലിയ ആലോചനയില്ല. ചേച്ചി മാത്രമില്ലാതിരിക്കുന്നത് ശരിയാണോ? നീ ഇങ്ങനെ ഒരു മണ്ടിയായി പോലും ആരാധി. വീട്ടുകാരെല്ലാരും കൂടെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുന്നത് എല്ലാവരുടെ അഭിപ്രായം അറിയാനാ. ഇവിടെ അങ്ങനെ വല്ലതുമാണോ? ആലോചനയൊക്കെ ഉണ്ട്, എല്ലാരും അഭിപ്രായം പറയും. പക്ഷെ തീരുമാനമേ അത് അമൃതേച്ചിയുടെ മാത്രമായിരിക്കും. പിന്നെ എന്തിനാ മോളെ ഈ ആലോചന അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ ആളെ കളിയാക്കുന്നേ? ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? അമൃതേച്ചി അങ്ങനെയൊന്നും അല്ല. നമ്മളൊക്കെ പറയുന്ന സകല ആവശ്യങ്ങളും സാധിച്ചു തരുന്ന ആളാണല്ലോ അമൃതേച്ചി. പിന്നെന്താ? നീ പറയുന്ന കേട്ടാത്തൊന്നും അമൃതേച്ചി ജോലിക്ക് പോയി സമ്പാദിക്കുന്ന പൈസ കൊണ്ടാ നമ്മളുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നേന്ന്. അങ്ങനെയൊന്നും അല്ലല്ലോ. അമൃതേച്ചിയുടെ കയ്യിലുള്ളതേ പഞ്ചരത്നത്തിലെ കാശാ. അതിൽ അമൃതേച്ചിക്കുള്ള അതേ അവകാശമാ നമുക്കും ഉള്ളത്. എല്ലാവരുടെയും കൂടെ പണം എടുത്ത് ഓരോ ആവശ്യങ്ങൾ നടത്തിയിട്ട് അത് അമൃതേച്ചിയുടെ ഔദാര്യാന്ന് വരുത്തി തീർക്കാം. അതാ ഇപ്പൊ ഇവിടെ നടക്കുന്നേ. എന്തിനാ ചേച്ചി നമുക്കിടയിൽ ഈ കണക്ക് പറച്ചില്? നമ്മൾ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതുവരെ പറയേണ്ടി വന്നില്ല. പക്ഷെ ഇനി പറയാതിരിക്കാനും പറ്റില്ലല്ലോ. അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ലേ. ദിവ്യപ്രഭയുടെ കയ്യിൽ നിന്ന് അമൃതേച്ചി 2 കോടി രൂപ വാങ്ങിന്നുള്ള ഡോക്യുമെന്റ് എങ്ങനെയാ ഉണ്ടായത്? അത് കലയമ്മ അമൃതേച്ചിയെ പറ്റിച്ച് ഒപ്പിട്ട് വാങ്ങിയതല്ലേ? ആ, അങ്ങനെയൊക്കെയാ പറയുന്നേ. പക്ഷെ എനിക്കതൊന്നും അത്ര വിശ്വാസം വന്നിട്ടില്ല. തീയില്ലാതെ പുകയുണ്ടാവില്ലെന്നൊരു ചൊല്ലുണ്ടല്ലോ. ഒരു കാര്യമില്ലാതെ കലയമ്മയും ദിവ്യപ്രഭയും ചേർന്ന് അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കോ?
ശരി, അത് കള്ളമാണെന്ന് തന്നെ കരുതാം. സഹകരണ ബാങ്കിൽ അമൃതേച്ചി ലോണ് ചോദിച്ചു പോയതോ? അതൊക്കെ സത്യമല്ലേ? അത് കല്യാണ ചെലവിനാണെന്നല്ലേ പറഞ്ഞത്? പറഞ്ഞതൊക്കെ അങ്ങനെയാ. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ നല്ല പ്രയാസമുണ്ട്. അമൃതേച്ചിയുടെ കല്യാണം ഇപ്പൊ നടത്തുന്നില്ലെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് 2 കല്യാണമല്ലേ നടക്കുന്നുള്ളൂ. 60 പവൻ സ്വർണം നമ്മുടെ കയ്യിലുണ്ട്, ചെലവിനുള്ള കാശ് ബാങ്കിലും. പിന്നെ എന്തിനാ അമൃതേച്ചിക്ക് ലോൺ? നമ്മളുടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ലോൺ എടുത്തിട്ട് ആ കാശ് കൊണ്ട് വേറെ എന്തോ ചെയ്യാനാ അമൃതേച്ചിയുടെ പ്ലാൻ? ആ 50 ലക്ഷം രൂപ ചേച്ചിയുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. ബാധ്യതയെ നമ്മൾ 5 പേരുടെ തലയിലും ആവും. നല്ല ബുദ്ധിയല്ലേ? നമ്മള് മണ്ടികളായതുകൊണ്ട് അമൃതേച്ചി പറയുന്നതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങുകയും ചെയ്യും. അമൃതേച്ചി അവസരം നന്നായി മുതലാക്കുകയും ചെയ്യും. മതി. എന്തറിഞ്ഞിട്ടാ അഖിലേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കറിയാം അമൃതേച്ചി കാശിന് വേണ്ടി നെട്ടോട്ട് ഓടുന്നത് എന്തിനാണെന്ന്. ഒന്നും ആരെ അറിയിക്കാതെ ഒറ്റയ്ക്കെല്ലാം സഹിക്കുക അമൃതേച്ചി. അങ്ങനൊരാളെ അറിയാതെ പോലും കുറ്റം പറയരുത്. നീ അല്ലെങ്കിലും അമൃതേച്ചിയുടെ പക്ഷമല്ലേ പിടിക്കൂ. ഒരു അനുസരണയുള്ള കുട്ടി. ഞാൻ ഒരു പക്ഷവും പിടിക്കുന്നില്ല. പക്ഷെ എനിക്കറിയാവുന്ന സത്യത്തിന്റെ പേരില് നിങ്ങളൊക്കെ അമൃതേച്ചിയെ കുറ്റപ്പെടുത്തിയാ ഞാനത് സഹിക്കില്ല. എന്ത് സത്യം? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതില് കലയമ്മയും അംബിക മാമയും ദിവ്യപ്രഭയും അവരുടെ അമ്മയും ഒക്കെ കഥാപാത്രങ്ങളാ. ഈ വിവാഹം നടക്കണമെങ്കിൽ നീ അഖിലയ്ക്ക് 60 പവൻ സ്വർണം സ്ത്രീധനമായി കൊടുക്കണം. വിവാഹം കഴിഞ്ഞാലുടനെ താലിമാല ഒഴിച്ചുള്ള മുഴുവൻ സ്വർണവും എനിക്ക് എന്റെ സ്വാതന്ത്ര്യത്തിൽ കിട്ടണം. അത് 60 പവൻ ഉണ്ടാവുകയും വേണം. ഒരാൾക്ക് പണയപ്പെടുത്തിയ ആധാരത്തിന് മുകളിൽ ബാങ്കിന് വേറൊരു ലോൺ അനുവദിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ആ ഒപ്പിട്ട ഡോക്യുമെന്റ്സ് ഒന്ന് കാണാൻ പറ്റുമോ? എന്റെ ഒപ്പൊന്ന് നോക്കാനാ. നിങ്ങളുടെ വക്കീൽ എന്നെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിച്ച പേപ്പർ എങ്ങനെ ദിവ്യപ്രഭയുടെ കയ്യിലെത്തി? സ്ത്രീധനം കൊടുക്കുന്നത് കൂടാതെ അംബികയ്ക്ക് 60 പവൻ കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടല്ലോ നിനക്ക്. ദിവ്യപ്രഭയ്ക്ക് നഷ്ടപ്പെട്ട 60 പവൻ, അതിനല്ലേ നീ ഈ ലോണിന് ഓടി നടക്കുന്നത്? കിട്ടില്ല മൃതേ. കല്യാണത്തിനുള്ള 30 പവൻ കൂടാതെ അംബിക മാമി ചോദിച്ച 60 പവൻ കൂടെ കൊടുക്കാന്ന് സമ്മതിച്ച അഖിലേച്ചിയുടെയും ആകാശയുടെയും കല്യാണം നിശ്ചയിച്ചത്. ആ 60 പവന് വേണ്ടിയാ അമൃതേച്ചി ലോൺ എടുക്കാൻ നടന്നത്. അതെന്തിനാ നമ്മള് കൊടുക്കുന്നേ? അത് കൊടുക്കാതെ അഖിലേച്ചി ആ വീട്ടിൽ ചെന്ന അംബിക മാമിയും ദിവ്യപ്രഭയും കൂടി ചേച്ചിയുടെ സ്വൈര്യം കെടുത്തുന്നായിരുന്നു അമൃതേച്ചിയുടെ പേടി. അഖിലേച്ചി സന്തോഷായിരിക്കട്ടെ എന്ന് കരുതി ആരെയും ഒന്നും അറിയിക്കാതെ ഒറ്റയ്ക്ക് സർവ്വഭാരവും ചുമക്കുമായിരുന്നു അമൃതേച്ചി. ഇതൊക്കെ എന്നോട് പറയാത്തെന്താ? ചേച്ചിക്ക് അറിഞ്ഞൂടെ അമൃതേച്ചിയുടെ സ്വഭാവം? അമൃതേച്ചിക്ക് എന്തൊക്കെ വിഷമം വന്നാലും ഒറ്റയ്ക്ക് അത് സഹിക്കും. നമുക്കെന്തെങ്കിലും സങ്കടം ഉണ്ടായാ സഹിക്കുകയില്ല. അഖിലേച്ചി കല്യാണ സ്വപ്നം കണ്ട് സന്തോഷിച്ചിരിക്കുമ്പോ ആ സന്തോഷത്തില് ഒരു കരട് പോലും വീഴരുതെന്ന് അമൃതേച്ചിക്ക് വാശിയാ. ആ അമൃതേച്ചിയാ ചേച്ചി ഓരോന്ന് പറഞ്ഞു കുത്തി നോവിക്കുന്നത്. ആ സങ്കടം അറിയാവുന്നത് കൊണ്ടാ ഞങ്ങൾ കലയമ്മയെ കണ്ട് എങ്ങനെയെങ്കിലും ആ ഡോക്യുമെന്റ് വാങ്ങാൻ നോക്കിയത്. ഈ ലോകത്ത് വേറെ ആരെയൊക്കെ കുറ്റപ്പെടുത്തിയാലും ആ പാവത്തെ കുറ്റപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യരുത്. ഈശ്വരൻ പൊറുക്കില്ല. ഞങ്ങൾ നിന്നെ നോക്കിയിരിക്കായിരുന്നു. അച്ഛനും കൃഷ്ണേട്ടനും കൂടി കല്യാണ ഒരുക്കങ്ങളെ പറ്റി സംസാരിക്കായിരുന്നു. കല്യാണം അനഘയുടെ മാത്രമല്ലല്ലോ, നിന്റെയും കൂടിയല്ലേ. നിനക്കും അഭിപ്രായം പറയാനുണ്ടാവുമല്ലോ. ഉണ്ട്, അത് പറയാനാ വന്നത്. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അതിന് അമൃതേച്ചി മറുപടി പറയണം. എന്താ മോളെ? ഈ കല്യാണ കച്ചവടത്തിന്റെ മൊത്തം തുക എത്രയാ? കല്യാണ കച്ചവടോ? മോൾ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ അച്ഛനോടല്ല ചോദിച്ചേ, അമൃതേച്ചിയോടാ.
എനിക്ക് മനസ്സിലായില്ല മോളെ. ഇവിടെയുള്ള 60 പവൻ സ്വർണത്തിന്റെ പാതി എനിക്കും പാതി അനുഗേച്ചിക്കും ആയിരുന്നല്ലേ തീരുമാനം? അതെ. അപ്പൊ പിന്നെ അംബിക മാമിക്ക് കൊടുക്കുന്ന വേറൊരു 60 പവന്റെ കണക്ക് എവിടെ നിന്ന് വന്നു? നീ എന്തൊക്കെയാ പറയുന്നേ? ആ, അപ്പൊ അച്ഛനും അറിഞ്ഞിട്ടല്ലേ ഈ കച്ചവടം? അതോ അമൃതേച്ചി പോലെ അച്ഛനും അഭിനയിക്കാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം. കല്യാണത്തിന് എനിക്ക് തരാന്ന് പറഞ്ഞ 30 പവൻ പോരാന്ന് അംബിക മാമി പറഞ്ഞു. ആരും അറിയാതെ അംബിക മാമിക്ക് 60 പവൻ വേറെ വേണോന്ന്. ഒരാളോടും ഇക്കാര്യം പറയാതെ സ്വർണം കൊടുക്കാന്ന് ചേച്ചി സമ്മതിച്ചു. നീ എന്ത് ഭ്രാന്താകില്ലേ പറയുന്നേ? ഭ്രാന്ത് എനിക്കല്ല. എങ്ങനെയെങ്കിലും എന്റെ കല്യാണം നടന്നു കാണാൻ അംബിക മാമിക്ക് വാക്ക് കൊടുത്ത ചേച്ചിക്കാം. അമൃതേച്ചി പറയണം ഞാൻ പറഞ്ഞത് സത്യമാണോന്ന്. നിന്നോട് ഇതൊക്കെ ആര് പറഞ്ഞു? എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. അംബിക മാമിക്ക് അമൃതേച്ചി അങ്ങനെ ഒരു വാക്ക് കൊടുത്തിരുന്നോ? കൊടുത്തിരുന്നു. മോളെ, ആ സ്വർണം കിട്ടിയാലേ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് മാമി പറഞ്ഞു. ഇനിയിപ്പോ എല്ലാരും കൂടി നിർബന്ധിച്ച് മാമി സമ്മതിച്ചാലും കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോ എല്ലാവരും കൂടി എന്നെ ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ച് അവര് പറഞ്ഞ വ്യവസ്ഥകളെല്ലാം അമൃതേച്ചി സമ്മതിച്ചു. സഹകരണ ബാങ്കിൽ നമ്മൾ അറിയാതെ ലോൺ എടുക്കാൻ പോയത് എന്തിനാന്നൊക്കെ അച്ഛനിപ്പോ മനസ്സിലായോ? എനിക്ക് സ്വർണം വാങ്ങാൻ. ആ ലോണിന്റെ പേരിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞു ചേച്ചിയെ? അപ്പോഴൊന്നും സത്യം പറയാതെ ഒക്കെ മനസ്സിൽ അടക്കി പിടിച്ച് നടന്നു. എന്റെ സന്തോഷത്തെ കരുതി. ശരിയല്ലേ മോളെ? നീ വിചാരിക്കും പോലൊന്നും അല്ല. ലോൺ എടുത്താലും നമുക്കത് അടച്ചു തീർക്കാലോ. എന്തിന്? അങ്ങനെ ഒരു ലോണിന്റെ ആവശ്യം എന്താ? മോളെ, ഇതൊക്കെ സത്യമാണോ? ഇതിന്റെ പേരിലാണോ നീ ഇത്രയും ദിവസം ഇങ്ങനെ വീർപ്പൂട്ടി നടന്നത്? ചേച്ചി എന്താ ഇക്കാര്യം എന്നോട് പോലും പറയാതിരുന്നേ? പറയില്ല. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിച്ച് സ്വന്തം ജീവിതം നശിച്ച് നാരായണക്കല്ലെടുത്താലും ചേച്ചി അത് പറയില്ല. ഇങ്ങനെ സകല ഭാരവും ഒറ്റയ്ക്ക് തലയിലേറ്റേണ്ട കാര്യം എന്താ ചേച്ചിക്ക്? എത്ര കാലം ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഉരുക്കി തീരും? അനുഗേച്ചി എന്നോട് ചോദിച്ചില്ലേ എനിക്ക് ഭ്രാന്താണോന്ന്? ഇപ്പൊ മനസ്സിലായോ ആർക്കാ ഭ്രാന്തെന്ന്? നമുക്ക് വേണ്ടി ഇങ്ങനെ സ്വന്തം ജീവിതം നശിപ്പിക്കുന്നതിന് ഭ്രാന്തെന്നല്ലാതെ പിന്നെ എന്താ പറയാ? മോളെ, നിന്റെ സന്തോഷത്തെ കരുതി ചേച്ചി ചെയ്തതല്ലേ. ഞാൻ എല്ലാ സത്യവും പറഞ്ഞിരുന്നെങ്കിൽ മോക്ക് സന്തോഷത്തോടെ അവിടെ കയറി ചെല്ലാൻ പറ്റുമായിരുന്നോ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം നടക്കാൻ പോകുമ്പോ ഇതൊക്കെ പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി. ശരി, അപ്പൊ ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. ഈ കല്യാണത്തിന് പിന്നിൽ ഞാൻ അറിയാത്തൊരു കച്ചവടം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ തീരുമാനം പറയാം. ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല. മോളെ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? അങ്ങനെ പറയൂ. എന്റെ ചേച്ചി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ സ്വർണം വാങ്ങാൻ പ്രതീക്ഷിച്ചിരിക്കുന്നവരോട് പറഞ്ഞേക്ക് മഹാപാപത്തിന് കൂട്ടു നിൽക്കാൻ ഞാൻ ഇല്ലാന്ന്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും. അച്ഛനും ചേച്ചിയൊക്കെ ഉണ്ടായിട്ടെ ഞാനത് പറയുന്നത് എല്ലാവർക്കും നാണക്കേടാ. ഫോൺ വിളിച്ച് പറയോ, നേരിട്ട് അവിടെ ചെന്ന് പറയോ, എന്ത് വേണം നിങ്ങക്ക് തീരുമാനിക്കാം. പക്ഷേ ഇന്ന് തന്നെ പറഞ്ഞേക്കണം. മോളെ, എന്തൊക്കെയാ ഈ കേൾക്കുന്നേ? ഇതൊക്കെ നേരാണോ? സ്വർണ്ണമില്ലാതെ അവിടെ കയറി ചെന്ന അവളെ അവിടെ ആരും വില വെക്കില്ല എന്ന് തോന്നിയപ്പോ ചെയ്തു പോയതാ അച്ഛാ. ദോഷമൊന്നും വരുന്നു വിചാരിച്ച് ചെയ്തതല്ല. ഇപ്പൊ ഇതൊക്കെ ഇവളെങ്ങനെ അറിഞ്ഞേ? നമ്മള് പോലും അറിയാത്ത കാര്യം. ചേച്ചി, ഞങ്ങളാ പറഞ്ഞത്. അന്ന് കലൈമ ചേച്ചിയെ കാണാൻ വന്നപ്പോ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. പറയണ്ടെന്ന് ഓർത്തതാ. പക്ഷെ അഖിലേച്ചി പിന്നെയും പിന്നെയും ചേച്ചി കുറ്റം പറയുന്നത് കണ്ടപ്പോ പറഞ്ഞുപോയി. സോറി ചേച്ചി. ചേച്ചി, അഖിലോട് എന്താ പറയാ? ഞാൻ പറഞ്ഞോളാം. എന്റെ കുട്ടി ഞാൻ എന്തെങ്കിലും പറഞ്ഞ എതിര് പറയില്ല. എനിക്കറിയാം അവളെ. എന്നാലും
ഇത്രയും വലിയ ഭാരം ചുമക്കുമായിരുന്നോ ചേച്ചി ഇത്രയും നാളും? അതങ്ങനെ ഒരു ജന്മം. അഖില പറയുന്നതാ ശരി. കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവിതം തുളച്ചു കളയുന്ന ഒരു പാവം. നിങ്ങൾ വിഷമിക്കണ്ട. എന്തായാലും അഖിലയുടെ തെറ്റിദ്ധാരണ മാറിയല്ലോ. പിന്നെ കല്യാണക്കാര്യം അത് അമൃതേച്ചി പറഞ്ഞ് സമ്മതിപ്പിച്ചോളൂ. ദേഷ്യവും വാശിയൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ മനഃപൂർവ്വം ഒന്നും ഒളിച്ചതല്ല. കല്യാണം നിശ്ചയിക്കുന്നതിന് തൊട്ടു മുമ്പാ അംബികമാമി വില പേശിയത്. ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? സ്വർണം തരാനില്ല, കല്യാണം വേണ്ടെന്ന് വെക്കണം എന്ന് പറയണമായിരുന്നോ? അന്ന് ഞാനങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്നോട് നീ ക്ഷമിക്കുമായിരുന്നോ? ചേച്ചി എന്താ കരുതിയേ? ആകാശേട്ടനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ലോകം അവസാനിക്കുന്നു ഞാൻ കരുതുന്നോ? നിങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയ ഇഷ്ടമല്ലേ എനിക്ക് ആകാശേട്ടനോടുള്ളത്? എന്നാലും മോളെ, 10-20 കൊല്ലം എന്റെ നെഞ്ചോട് അടക്കി പിടിച്ച് കൊണ്ടുവന്നതല്ലേ ഞാൻ നിന്നെ. വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒന്നും നീ പറഞ്ഞിട്ടില്ല. പറഞ്ഞതൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ചേച്ചി സാധിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നിന്റെ വലിയൊരു മോഹം നടക്കാതെ പോന്നു വന്നപ്പോ ഇങ്ങനൊരു കള്ളം കാണിക്കാനാ ചേച്ചിക്ക് തോന്നിയത്. നിനക്ക് വേണ്ടിയല്ലേ മോളെ? അത് തന്നെ എന്റെയും പ്രശ്നം. എനിക്ക് വേണ്ടി ചേച്ചി എന്തൊക്കെ സഹിച്ചു. എന്തിനായിരുന്നു അത്? ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവുമായിരുന്നില്ലേ? പറ്റിപ്പോയി മോളെ, ക്ഷമിക്ക്. ഇനി ഇക്കാര്യത്തിലുള്ള വാശി ആകാശിനോട് കാണിക്കാൻ നിൽക്കണ്ട. അവനൊരു പാവം. വെറുതെ ആകാശേട്ടന് വക്കാലത്ത് വേണ്ടി ചേച്ചി എന്റെ അടുത്ത് വരണ്ട. ഇത്രയും വലിയൊരു ചതിക്ക് ആകാശേട്ടനും കൂടെ ഒത്തു നിന്നു എന്നറിഞ്ഞപ്പോ എനിക്ക് ചത്ത് കളയാനാ തോന്നിയത്. ചേച്ചി പറഞ്ഞതാക്കിലെ കാര്യം ആകാശേട്ടനൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കണോ? വിശ്വസിക്കണം. ചേച്ചി ഇക്കാര്യത്തിൽ ചെയ്തത് എന്തെങ്കിലും നമ്മൾ അറിഞ്ഞോ? അച്ഛൻ പോലും അറിഞ്ഞില്ല. അപ്പോ അംബികമമ്മി ചെയ്തതൊക്കെ ആകാശേട്ടനും അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ആകാശേട്ടൻ സമ്മതിക്കുമായിരുന്നില്ല. അത് ഞാൻ വിശ്വസിക്കില്ല. ആകാശേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടൊന്നും അറിയാത്ത പോലെ എന്റെ മുമ്പിൽ അഭിനയിച്ചു. അതൊക്കെ നിന്റെ വെറും തോന്നലാ മോളെ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നാളെ കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കയറിക്കഴിഞ്ഞ എന്റെ അവസ്ഥ എന്താവും? സ്വന്തം വീട്ടിൽ നടന്ന ഒരു കാര്യവും അറിയാത്ത ആകാശേട്ടനെ വിശ്വസിച്ച് ഞാൻ ഇങ്ങനെ അവിടെ കഴിയും? ദിവ്യപ്രഭയ്ക്ക് നമ്മളോടുള്ള വൈരാഗ്യം അത്രയ്ക്കുണ്ട്. അവരുടെ കൂടെയാ ഞാൻ അവിടെ താമസിക്കേണ്ടത്. അതും ആകാശേട്ടനെ മാത്രം വിശ്വസിച്ച്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ഇപ്പൊ കല്യാണം നടക്കട്ടെ, അതല്ലേ പ്രധാനം. അനഘേച്ചിയുടെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. ഞാൻ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞ ചേച്ചിയുടെ കല്യാണം മുടങ്ങുന്നുള്ള പേടിയല്ലേ? അതോർത്ത് ചേച്ചി പേടിക്കണ്ട. ചേച്ചിയുടെ കല്യാണം നിശ്ചയിച്ച പോലെ നടക്കും. അതാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് ഈ കല്യാണത്തിന് ഒരു ധൃതിയില്ല. അമൃതേച്ചിയുടെ കല്യാണം മുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞതാ എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ? മോളെ, കഴിഞ്ഞത് കഴിഞ്ഞു. അതൊക്കെ മറന്ന് നമുക്ക് പഴയതുപോലെ ആവാം. 2 കല്യാണവും നമുക്ക് ഭംഗിയായിട്ട് നടത്താം. ഒന്നും പഴയ പോലെ ആവില്ല. മനസ്സിലൊരു കരട് വീണുപോയി ചേച്ചി. അതങ്ങനൊന്നും പോവില്ല. നോക്ക്, എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ ചേച്ചി ഒരു കാര്യം നമ്മളിൽ നിന്ന് ഒളിച്ചു വെച്ചത്. ഇനിയിപ്പോ അതിന്റെ പേരിൽ നീ കല്യാണം വേണ്ടെന്ന് വെച്ചാ ഇതുവരെ അമൃതേച്ചി ഒറ്റയ്ക്ക് സഹിച്ച സങ്കടങ്ങളൊക്കെ വെറുതെ ആയി പോവില്ലേ മോളെ? ഞാൻ എന്തൊക്കെയാ ചേച്ചി പറഞ്ഞേ? ഓർക്കുമ്പോ തന്നെ എനിക്ക് കുറച്ചിൽ വരുവാ. ചേച്ചി എനിക്ക് മാപ്പ് തരണം. അറിയാതെ പറ്റിയ തെറ്റാ.
അത് ഞാൻ മറന്നല്ലോ. നീ നല്ല കുട്ടിയായി കല്യാണത്തിന് തയ്യാറാവ്. അതാ ഇപ്പൊ ചെയ്യേണ്ടത്. വേണ്ട ചേച്ചി, ഇനി അതെനിക്ക് ശരിയാവില്ല.